Hi, my dear students. Welcome to Mathematics Online Classes. അപ്പോൾ നമ്മൾ സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ്. അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 3 ക്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലോട്ട് കിടക്കുകയാണ്. രണ്ടാമത്തെ സെക്ഷൻ സൈഡ് ആൻഡ് ആംഗിൾ. വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഒന്നാമത്തെ സെക്ഷൻ എന്താണോ പഠിച്ചത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത്. ഇതിന്റെ അകത്ത് 2 ഡ്രോയിങ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അത്രയും ചെറിയൊരു ടോപ്പിക്കാണ്. എന്താണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ പഠിച്ചത്? 2 ട്രയാങ്കിളിന്റെ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അത് സിമിലർ ട്രയാങ്കിൾ ആണ്. സിമിലർ ട്രയാങ്കിളിന്റെ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ 2 ട്രയാങ്കിൾ എടുക്കാൻ പോവാം. നോക്കിക്കൊള്ളുക. ഒരു ട്രയാങ്കിൾ എടുത്തു ABC. ഓക്കെ, മറ്റൊരു ട്രയാങ്കിൾ എടുക്കുകയാണ് PQR. ഓക്കെ, 2 ട്രയാങ്കിൾ എടുത്തു. രണ്ടാമത്തെ ഹെഡിങ്ങിൽ വരുന്ന സംഭവമാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അത് പറയുന്നതിന് വേണ്ടി ഞാൻ 2 ട്രയാങ്കിൾ എടുത്തിരിക്കുകയാണ്. ഒരു ട്രയാങ്കിൾ ABC, അടുത്ത ട്രയാങ്കിൾ PQR. ഓക്കെ, അപ്പൊ ഇതില് AB എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ, BC 4 സെന്റിമീറ്റർ, AC 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അളവ് എന്തായിരുന്നു അത് വെച്ചാണ് വരച്ചത്. രണ്ടാമത്തെ ട്രയാങ്കിളിലോട്ട് പോയപ്പോ ഇത് 10 സെന്റിമീറ്റർ, ഇത് 8 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ 2 ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട് അല്ലെ. ഒന്നിനത് 5, 4, 3, അടുത്തെന്താ 10, 8, 6. എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കേസ്? ഇവിടെ സൈഡ് എത്രയാണോ അതിന്റെ ഡബിൾ ആണ് അപ്പുറത്ത് വന്നേക്കുന്നത് അല്ലെ. ഇവിടെ 5, അവിടെ 10, ഇവിടെ 4, അവിടെ 8, ഇവിടെ 3, അവിടെ 6. അപ്പൊ ഇവിടുത്തെ കേസിലെ ഞാൻ PQ by AB കണ്ടുപിടിക്കുന്നു. എന്ത് കിട്ടും? PQ by AB 10 by 5 സമം 2. ഇതുപോലെ QR by BC കണ്ടുപിടിക്കുന്നു. എന്ത് വരും? 8 by 4 2. ഇനി PR by AC കണ്ടുപിടിക്കുന്നു. എന്ത് വരും? 6 by 3 2. ഓക്കെ, വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. റേഷ്യോ കംപ്ലീറ്റ് തിരിച്ചെടുക്കാം. ഇതേ ബൈ ഇത് എടുക്കാം. ഞാൻ രണ്ടാമത്തതാണ് ന്യൂമറേറ്റർ ആയിട്ട് എടുത്തത്, ഒന്നാമത്തെ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു. ഓക്കെ, തിരിച്ചെടുത്താലും കുഴപ്പമില്ല. തിരിച്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയെന്ന് കിട്ടും? 1/2 എന്ന് കിട്ടും. അപ്പൊ നമ്മളിവിടെ സൈഡ്സ്, ഇവിടെ നിന്നൊരു സൈഡ് അവിടെ നിന്നൊരു സൈഡ് എടുത്തു, ഡിവൈഡ് ചെയ്ത് റേഷ്യോ കണ്ടുപിടിച്ചു. എനിക്ക് ഇവിടെ കിട്ടിയിരുന്ന ആൻസേഴ്സ് നോക്കി. ഇവിടെ എത്ര കിട്ടി? 2. ഇവിടെയും 2, ഇവിടെയും എന്ത് കിട്ടി? 2. സെയിം റേഷ്യോ അല്ലേ വന്നിരിക്കുന്നത്. ഇങ്ങനെ സൈഡ്സ് സെയിം റേഷ്യോയിലാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റിയിലുള്ള സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും. പ്രൊപ്പോർഷണാലിറ്റിയിലുള്ള സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതായത് ആദ്യത്തില് ABയും PQ അല്ലേ എടുത്തേക്കുന്നത്. ABക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ C, അതുപോലെ PQന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ R. ആംഗിൾ C ഈക്വൽ ടു എന്തായിരിക്കും? ആംഗിൾ R ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇതാ ഈ സൈഡും അല്ലേ പ്രൊപ്പോർഷണൽ. ഇതിന് ഓപ്പോസിറ്റ് ഉള്ളതാ ഈ ആംഗിളും, അതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും. ആംഗിൾ Aയും ആംഗിൾ Pയും ഈക്വൽ ആയിരിക്കും. ഇനി ഇതാ ഈ സൈഡും അതുപോലെ ഈ സൈഡും പ്രൊപ്പോർഷണൽ അല്ലേ. കാര്യം നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോ സെയിം നമ്പർ കിട്ടി, അപ്പൊ അത് പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ഉള്ളതാ ആംഗിൾ Bയും ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ Qയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q. അപ്പൊ ആംഗിൾ ഈക്വൽ ആയി സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയി. ഈ 2 ട്രയാങ്കിളും എന്ത് ട്രയാങ്കിൾ ആവും? സിമിലർ ട്രയാങ്കിൾ ആവും. ഈ 2 ട്രയാങ്കിളും എന്ത് ട്രയാങ്കിൾ ആണ്? സിമിലർ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ സെക്ഷൻ വരുന്ന കൺസെപ്റ്റ്. ഇതില് ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. ഈ 2 2 2 എന്ന് പറയുന്നുണ്ട്. ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് ഒരേ വാല്യൂ കിട്ടിയിട്ടില്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് സ്കെയിൽ ഫാക്ടർ. ഈ വേർഡ് ഒന്ന് ഓർത്ത് വെച്ചേക്കുന്നത്. ഇവിടെ 2 കിട്ടിയില്ലേ? 2 2 2 എന്ന് കിട്ടിയിരുന്നില്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെയിൽ ഫാക്ടർ. മലയാളം മീഡിയം തോത്.
മലയാളം മീഡിയം എന്താണ് പറയുന്നത്? തോത്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ തോത് എത്രയാണ്? 2 ആണ്. ഇതിന്റെ സൈഡും തമ്മിലുള്ള സ്കെയിൽ ഫാക്ടർ എത്രയാണ്? 2 ആണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓരോ സൈഡിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ കറസ്പോണ്ടിങ് സൈഡ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് ഒന്നാമത്തെ സെക്ഷനിൽ പഠിച്ചിരിക്കുന്നത് 3 ആംഗിളും ഈക്വൽ ആയിട്ട് വരണം, അപ്പൊ സിമിലർ ആണ്. ഇനി 2 ആംഗിൾ ഈക്വൽ ആയ മൂന്നാമത്തെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും? ഈക്വൽ ആവും. അപ്പൊ 2 ആംഗിൾ ഈക്വൽ ആയാലും മതി. ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? 3 സൈഡും എന്തായിട്ട് വരണം? പ്രൊപ്പോർഷണൽ ആയിട്ട് വരണം. അപ്പൊ വേണമെങ്കിൽ നമുക്കത് റൂൾ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോ കഴിഞ്ഞ സെക്ഷനില് 2 റൂൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്ന് എ എ എ 3 ആംഗിളും ഈക്വൽ എന്നുള്ള റൂൾ എടുത്തിട്ടുണ്ട്. 2 ആംഗിൾ ഈക്വൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആവുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് എ എ റൂൾ ഒന്നും പറയാൻ പറ്റും, 2 ആംഗിൾ ഈക്വൽ ആയാൽ മതി. ഇപ്പൊ നമ്മളൊരു റൂൾ പഠിച്ചു, എസ് 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 റൂൾ. എസ് എസ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? സൈഡ്സ് എല്ലാം പ്രൊപ്പോർഷണൽ ആയിട്ട് വരണം, ഒരു സ്കെയിൽ ഫാക്ടർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു തോത് ഉണ്ടാവണം. 2 ട്രയാങ്കിൾ അങ്ങനെ ഒരു തോത് അല്ലെങ്കിൽ സ്കെയിൽ ഫാക്ടറിൽ വന്നാൽ ആ 2 ട്രയാങ്കിളും എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ സിമിലർ ട്രയാങ്കിൾ ആകുമ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ എന്തായിക്കോളും? ഈക്വൽ ആയിക്കോളും. ഓക്കെ, അപ്പൊ സൈഡ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു സ്കെയിൽ ഫാക്ടർ ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയിക്കോളും? സിമിലർ ട്രയാങ്കിൾ ആവും. സിമിലർ ട്രയാങ്കിൾ ആകുമ്പോ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിരിക്കണം. അത് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ 2 ക്വസ്റ്റിനെ പഠിക്കാനുള്ളൂ. അത് 2 വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 107ാമത്തെ പേജ് എടുക്കാം. ഇപ്പൊ പഴയ ടെക്സ്റ്റ് ഉള്ളവരാണെങ്കിൽ ആ ഹെഡിങ്ങിന്റെ ലാസ്റ്റ് ഏതാണ് നമ്മൾ ഹെഡിങ് എന്ന് പറയുന്നത്? സൈഡ്സ് ആൻഡ് ആംഗിൾ എന്നൊരു ഹെഡിങ് പറഞ്ഞില്ലേ, അതിന്റെ ലാസ്റ്റ് വരണം. തേർഡ് വേ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്, അതിന് തൊട്ട് മുകളിലായിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾ the same as those of triangle shown and the sides scaled by 1/4. അപ്പോൾ കണ്ടീഷൻ ഇതാണ്, ആംഗിൾസ് സെയിം ആയിരിക്കണം, സ്കെയിൽ ഫാക്ടർ അല്ലെങ്കിൽ തോത് സ്കെയിൽ ഫാക്ടർ 1/4 ആയിരിക്കണം. ഈ 1/4 ഒന്ന് മാറ്റി എഴുതി, ഇംപ്രോപ്പർ ആക്കി പറഞ്ഞേ, മിശ്ര ഭിന്നാലെ വിഷമ ഭിന്നാക്കി പറഞ്ഞേ. 1 4 4 4 1 5. അപ്പൊ സ്കെയിൽ ഫാക്ടർ 5/4. സ്കെയിൽ ഫാക്ടർ എന്തെന്ന് വരുന്നു? 5/4 എന്ന് വരുന്നു. ആംഗിൾ സെയിം ആണെങ്കിൽ സ്കെയിൽ ഫാക്ടർ ആംഗിൾ സെയിം ആവണം, സ്കെയിൽ ഫാക്ടർ 5/4 വരണം. ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ട്രയാങ്കിൾ ഞാൻ ഒന്നുകൂടെ വരയ്ക്കുന്നില്ല, ആ ട്രയാങ്കിളിലെ അളവുകൾ മാത്രം എടുക്കുക. ഓക്കെ, ട്രയാങ്കിൾ വന്നിരിക്കുന്ന അളവുകൾ ഏതൊക്കെയാണ് നോക്കി. 8 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ഓക്കെ, 8 6 4. റഫായിട്ട് വേണമെങ്കിൽ വരച്ചിട്ടോ, വരച്ചിട്ടേരാ, കുഴപ്പമില്ല. ഇത് 8, ഇത് 6, ഇത് 4. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. ഇത് വെച്ചുകൊണ്ട് വേണം നമുക്ക് പുതിയ ട്രയാങ്കിൾ വരയ്ക്കാൻ. ട്രയാങ്കിളിന്റെ ആംഗിൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. പിന്നെ സൈഡ്സ് എങ്ങനെ വരണം? ഈ ഒരു സ്കെയിൽ ഫാക്ടർ 5/4 സ്കെയിൽ ഫാക്ടറിൽ വരണം. ആദ്യം ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഓരോ സൈഡിനെയും നമുക്കിവിടെ 3 സൈഡ് ഉണ്ടോ, ഈ 3 സൈഡിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 5/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ വരും? 8 into 5/4. ഇത് ഇതിനോട് കട്ട് ചെയ്താൽ 2 into 5 10. അടുത്ത 6 into 5/4. ഈ 4 ഇതിനോട് ആകുമ്പോൾ 3, ഇവിടെ 2 3 5 15, 15ന്റെ പകുതി 7.5. അടുത്ത 4 into 5/4. 4 4 കട്ട് ചെയ്താൽ 5. അപ്പൊ ഈ ഒരു ഫിഗർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന സൈഡ്സിനെ എല്ലാം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? സ്കെയിൽ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി 8ന്റെ സ്ഥാനത്ത് 10 എടുക്കുക, 6ന്റെ സ്ഥാനത്ത് 7.5 എടുക്കുക, 4ന്റെ സ്ഥാനത്ത് 5 എടുക്കുക. ഈ അളവുകൾ വെച്ചുകൊണ്ട് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇതിന് പകരം
8ന്റെ സ്ഥാനത്ത് എന്ത് വരണം? 10. 6ന്റെ സ്ഥാനത്ത് എത്ര വരണം? 7.5. 4ന്റെ സ്ഥാനത്ത് എത്ര വരണം? 5 വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ, അപ്പൊ മാറ്റിയാണ് എടുക്കുന്നത്. 8ന്റെ അവിടെ ഏതെടുക്കണം? 10. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 10 സെന്റിമീറ്റർ എടുത്ത് ഒരു ലൈൻ വരയ്ക്കുക. ഇനി 6ന്റെ അടുത്ത് എത്ര വരണം? 7.5. അപ്പൊ കോമ്പസിൽ 7.5 എടുക്കുക, ഇവിടെ വയ്ക്കുക, ഒരു ആർക്ക് വരയ്ക്കുക. ഇനി അടുത്ത കോമ്പസിൽ എത്ര എടുക്കുക? 5, ഇവിടെ വയ്ക്കുക, ഈ ആർക്ക് കട്ട് ചെയ്യുക. ദാ ഇത് ഇങ്ങോട്ട് വരച്ചാൽ 5 സെന്റിമീറ്റർ, ഇത് ഇങ്ങോട്ട് വരച്ചാൽ 7.5 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാ സൈഡിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്? സ്കെയിൽ ഫാക്ടർ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലെങ്തിനെയും സ്കെയിൽ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലേ? സൈഡ്സിനെ കംപ്ലീറ്റ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? സ്കെയിൽ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് വെച്ചുകൊണ്ടാണ് ഇവിടെ ഞാൻ പുതിയൊരു ട്രയാങ്കിൾ വരച്ചത്. ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. ഇതും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ട്രയാങ്കിളും എന്തായിരിക്കും? സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. എന്താ സിമിലർ ട്രയാങ്കിളിന്റെ പ്രത്യേകത? ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോ നമ്മൾ പുതിയൊരു ട്രയാങ്കിൾ വരച്ചു, സ്കെയിൽ ഫാക്ടർ 5/4 വെച്ചുകൊണ്ട് പുതിയൊരു ട്രയാങ്കിൾ വരച്ചു. അതിന്റെ ആംഗിൾ എല്ലാം എന്തായിട്ട് വന്നു? ഈക്വൽ ആയിട്ട് വന്നു. അപ്പോ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഒരു ട്രയാങ്കിൾ തരുന്നു, ആംഗിൾ ഈക്വലും സ്കെയിൽ ഫാക്ടറും തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പുതിയത് വരയ്ക്കേണ്ടത്? ഒന്നുമില്ല, സൈഡ്സിനെ എല്ലാം ആ സ്കെയിൽ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ കിട്ടിയ ആൻസർ വെച്ചുകൊണ്ട് പഴയ ലെങ്തിനെ റീപ്ലേസ് ചെയ്യാം. അപ്പൊ 8നെ 10 ആക്കി, 6നെ 7.5 ആക്കി, 4നെ 5 ആക്കി, കഴിഞ്ഞു. അത് വെച്ചുകൊണ്ട് ട്രയാങ്കിൾ വരച്ചാൽ നമുക്ക് ആൻസർ ആയി. ഓക്കെ, അത്രയും മാത്രം ആലോചിച്ചിരുന്നാൽ മതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്? സീ ദി പിക്ചർ ഓഫ് ക്വാഡ്രിലാറ്ററൽ. ഒരു ക്വാഡ്രിലാറ്ററൽ കൊടുത്തേക്കുക, ഞാൻ ഒന്ന് വരയ്ക്കാം. ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. എന്നൊരു ക്വസ്റ്റ്യൻ പറയാണ്, 2 പാർട്ട് ഉണ്ടായി. ആദ്യത്തെ പാർട്ട്, ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ആംഗിൾസ് ദ സെയിം ആസ് ദോസ് ഓഫ് ദിസ് വൺ ആൻഡ് ദ സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ 1/2. അപ്പൊ സ്കെയിൽ ഫാക്ടർ തന്നിട്ടുണ്ട് അല്ലെ? സ്കെയിൽ ഫാക്ടർ എത്ര? 1/2 മാറ്റി എഴുതി കഴിഞ്ഞാൽ 3/2. സ്കെയിൽ ഫാക്ടർ തന്നിട്ടുണ്ട്, എത്രയാണ്? 3/2 തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? പുതിയൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ എല്ലാം സെയിം ആയിട്ടുള്ള, അതുപോലെ സൈഡ്സ് 3/2 സ്കെയിൽ ചെയ്തിട്ടുള്ള പുതിയൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കണം. അപ്പൊ ആംഗിൾ സെയിം ആവണ്ടേ? ആംഗിൾ സെയിം ആവണം. ക്വാഡ്രിലാറ്ററൽ ആണ് തന്നിരിക്കുന്നെങ്കിൽ പുതിയ ഫിഗർ വരയ്ക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടുത്തെ സൈഡ്സ് എല്ലാം എടുക്കുക, ഡയഗണലും എടുക്കുക. സൈഡ്സും എടുക്കണം, ഡയഗണലും എടുക്കണം. എന്നിട്ട് അതിനെല്ലാം സ്കെയിൽ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ആംഗിൾ മാറരുത് എന്ന് പറഞ്ഞാൽ സൈഡ്സ് 6, 3, 2, 4 കൂടാതെ 5 കൂടെ എടുക്കുക, അതായത് ഡയഗണലും കൂടെ എടുക്കുക. ഇതിനെല്ലാം സ്കെയിൽ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3/2, 3/2, 3/2, 3/2, 3/2. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് വരും 2, 6 കൂടെ കട്ട് ചെയ്ത് 3, 3 into 3 9. ഇവിടെ 3 into 3 9/2, 9ന്റെ പകുതി 4.5. ഇവിടെ 2 into കട്ട് ചെയ്തിട്ട് 3. ഈ 2 ഈ 4 കൂടെ കട്ട് ചെയ്താൽ 2, 2 into 3 6. 5 3 15, 15ന്റെ പകുതി 7.5. അപ്പൊ ഇത് 9 സെന്റിമീറ്റർ, ഇത് 4.5, ഇത് 3, ഇത് 6, ഇത് എത്ര കിട്ടി? 7.5. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, പുതിയൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കണം. അതില് 6ന്റെ സ്ഥാനത്ത് 9 എടുക്കുക, 3യുടെ സ്ഥാനത്ത് 4.5, 2ന്റെ സ്ഥാനത്ത് 3, 4ന്റെ സ്ഥാനത്ത് 6, 5ന്റെ സ്ഥാനത്ത് 7.5. 5 അളവുണ്ടല്ലോ. 5 അളവുണ്ടെങ്കിൽ ക്വാഡ്രിലാറ്ററൽ നമുക്ക് ഈസി ആയിട്ട് വരച്ചൂടെ? അപ്പൊ ഇതങ്ങ് മായ്ക്കാം. നമുക്ക് കിട്ടേണ്ട സാധനങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ പോവാം. എങ്ങനെയാ വരയ്ക്കുന്നത്? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, പെട്ടെന്ന് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന ആയതുകൊണ്ടാണ് പെട്ടെന്ന് വരയ്ക്കാൻ പറയുന്നത്. ഇത്രേ ഉള്ളൂ. ആദ്യം
6 സെന്റിമീറ്റർ, അതിന് പകരം എത്ര എടുക്കുക? 9. അപ്പോ നീട്ടി വരയ്ക്കുക, ഒരു 9 സെന്റിമീറ്റർ എടുത്ത് ലൈൻ വരച്ചു. ഓക്കെ, ഇനി എത്രയാണോ ഡയഗണൽ അത് കോമ്പസിൽ എടുക്കുക. ഡയഗണൽ എത്രയാണ്? 7.5, അത് കോമ്പസിൽ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്കതാ ഈ ലെങ്ത് എത്രയായിരുന്നു? 3 ആയിരുന്നു. 3യെ എന്താക്കണം? 4.5. കോമ്പസ് എടുക്കുക, 4.5 എടുക്കുക, ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഒരു പോയിന്റ് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ളത് 2 സെന്റിമീറ്റർ. 2ന്റെ സ്ഥാനത്ത് എത്ര എടുക്കേണ്ടത്? 3. അത് കോമ്പസിൽ എടുക്കുക, ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, then 4 സെന്റിമീറ്റർ. 4 എത്രയായിട്ടാ മാറിയത്? 6. അത് കോമ്പസിൽ എടുക്കുക, ഇവിടെ വെക്കുക, ഇത് കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയതായിട്ട് 2 പോയിന്റ് കിട്ടിയില്ലേ? ജോയിൻ ചെയ്യാം. അപ്പൊ ഇത് 6 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ, ഇത് 4.5 സെന്റിമീറ്റർ. ഈ ലെങ്ത് എത്രയാ? 7.5 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ക്വാർട്ടർ കിട്ടി. ഈ ക്വാർട്ടറിന്റെ പ്രത്യേകത എന്താ? സൈഡ്സ് എല്ലാം എന്താണ്? 3/2 സ്കെയിൽ ആയിട്ടുണ്ട്. എല്ലാ ആംഗിളും എന്തുമായിട്ടുണ്ട്? തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിലെ ഈക്വൽ ആണ്. തൊട്ട് മുമ്പേ നമ്മളെ ക്വസ്റ്റ്യൻ ഒരു ക്വാർട്ടർ തന്നിട്ടില്ലേ? അതിലെ ആംഗിളും അതുപോലെ ഇതിലെ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. അപ്പൊ ഇത് വരയ്ക്കാനാണ് നമ്മളത് ചോദിക്കുന്നത്. വരയ്ക്കാൻ പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് നോക്കുക. ക്വാർട്ടർ ആണെങ്കിൽ ആംഗിൾ ഈക്വൽ ആയിട്ട് കിട്ടണമെങ്കിൽ തന്നിരിക്കുന്ന എല്ലാ ലെങ്തിന്റെയും എന്തെടുക്കുക? സ്കെയിൽ ചെയ്യാം. എല്ലാ ലെങ്തിനെയും സ്കെയിൽ ചെയ്യാം. പിന്നെ ആംഗിൾ ഉള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറയുന്നില്ല. ആംഗിൾ ഉള്ള ക്വസ്റ്റ്യൻ വന്നാൽ ആംഗിൾ എന്ത് ചെയ്യുക? മാറ്റാതിരിക്കുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നിട്ടില്ല, അപ്പൊ അതിന്റെ അകത്തോട്ട് പോകുന്നില്ല. ആ ഒരു ക്വസ്റ്റ്യനോട്ട് പോയി നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾ ഇത്ര ഓർക്കുക. ഇപ്പൊ ഒരു ക്വാർട്ടർ തരികയാണ്, സെയിം ആംഗിൾ ഉള്ള പുതിയൊരു ക്വാർട്ടർ വരയ്ക്കണം. സ്കെയിൽ ഫാക്ടർ തന്നിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന കംപ്ലീറ്റ് ലെങ്ത്, ഇവിടെ ഒരു 5 ലെങ്ത് തന്നിട്ടുണ്ടായിരുന്നു. 5 ലെങ്തിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? സ്കെയിൽ ഫാക്ടർ 4 സൈഡിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഡയഗണലിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പുതിയ ഒരു ക്വാർട്ടർ കിട്ടി. അതിലെ എല്ലാ ആംഗിളും ആദ്യം വരച്ചിരുന്ന ക്വാർട്ടറിലെ ആംഗിളുമായിട്ട് ഈക്വൽ ആയിട്ട് വരും. ഓക്കെ, ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കി. ഡ്രോ എ ക്വാർട്ടർ വിത്ത് ആംഗിൾ ഡിഫറന്റ് ഫ്രം ദോസ് ഓഫ് ദിസ് ആൻഡ് സൈഡ്സ് സ്കെയിൽഡ് ബൈ 1/2. അപ്പോ ആംഗിൾ സെയിം ആണെങ്കിൽ നമുക്കറിയാം സൈഡിനെ മൊത്തം 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡയഗണലിനെ മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ ഇവിടെ ആംഗിൾ എന്താവാൻ പാടില്ല? ഈക്വൽ ആവാൻ പാടില്ല. ആംഗിൾ ഈക്വൽ ആവരുത്, പക്ഷെ സൈഡിന് എന്ത് ചെയ്തിരിക്കണം? സ്കെയിൽ ചെയ്തിരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 4 സൈഡിലെ അതിനെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ ഡയഗണൽ 5 ഉണ്ടോ? അതിനെ മൾട്ടിപ്ലൈ ചെയ്യണ്ട. ഓക്കെ, ആംഗിൾ ഡിഫറന്റ് കിട്ടണം, സൈഡ് സ്കെയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ സൈഡിനെ മാത്രം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? നമ്മളെ സ്കെയിൽ ഫാക്ടർ ആയ 1/2 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഏത് മൾട്ടിപ്ലൈ ചെയ്യണ്ട? ഡയഗണൽ എത്ര തന്നെ എടുക്കുക? 5 തന്നെ എടുക്കുക. ഡയഗണൽ എത്ര എടുക്കുക? 5 എടുക്കുക. ഈ അളവുകൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പുതിയ ക്വാർട്ടർ വരയ്ക്കുക. അപ്പൊ ആംഗിൾ ഈക്വൽ ആവണമെങ്കിൽ ഡയഗണലിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? സ്കെയിൽ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആംഗിൾ ഈക്വൽ ആവണ്ടെങ്കിലോ സൈഡ്സിനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് വരയ്ക്കാനുള്ള എല്ലാ അളവുമായിട്ടുണ്ട്. ഏതൊക്കെയാ? 9, 4.5, 3, 6 സൈഡ്സ് എല്ലാം തൊട്ട് മുമ്പേ വരച്ച അതേ ഫിഗർ തന്നെയാണ്, അല്ലെങ്കിൽ അതേ വാല്യൂസ് ആണ്. പക്ഷെ ഡയഗണൽ എത്രയാണ്? 5. എന്തുകൊണ്ടാണ് ഡയഗണലിനെ മൾട്ടിപ്ലൈ ആയത്? ആംഗിൾ ഈക്വൽ ആയിട്ട് വരണ്ട. ഓക്കെ, അതുകൊണ്ട് ഡയഗണൽ 5 എടുക്കുന്നു, ബാക്കി സെയിം തന്നെ എടുക്കുന്നു. അപ്പൊ എങ്ങനെ വരയ്ക്കാം? അത് പറഞ്ഞു നോക്കി. ഇപ്പൊ വരച്ച അതേ എടുക്കുന്നത് പറഞ്ഞു നോക്കി. ആദ്യം എന്ത് ചെയ്യാം? 9 സെന്റിമീറ്റർ എടുത്ത് ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് 7.5ലാണ് നമ്മൾ തുടങ്ങിയത്. ഇവിടെ എത്ര വരയ്ക്കുക? 5 ഇട്ട് വരയ്ക്കുക. അപ്പോ സ്കെയിൽ എടുക്കുന്നു, കോമ്പസ് എടുത്ത് ഇവിടെ വെച്ചു. എത്ര മാർക്ക് ചെയ്തു? 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഓക്കെ, 5 സെന്റിമീറ്റർ വെച്ചുകൊണ്ട് ഒരു ആർക്ക് വരച്ചു. അടുത്തത് 4.5, കോമ്പസിൽ 4.5 എടുക്കുന്നു, ഇവിടെ വെച്ചുകൊണ്ട് ഈ ആർക്ക് കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇനി അടുത്ത എന്താ? 3ഉം 6ഉം ഉണ്ട്. അപ്പൊ കോമ്പസിൽ 3 എടുക്കുക, ഇവിടെ വെക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. കോമ്പസിൽ 6 എടുക്കുക, ഇതിൽ വെച്ചുകൊണ്ട് ആർക്ക് കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് 2 പോയിന്റ് കിട്ടിയില്ലേ? പരിപാടി കഴിഞ്ഞു. അത് ജോയിൻ ചെയ്യാം.
ഓക്കെ, അത് ചോദിച്ചു. ഇപ്പൊ നമുക്ക് പുതിയ സംഭവം കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ അളന്നല്ല വരച്ചിരിക്കുന്നത്. ഓക്കെ, വെറുതെ റഫ് ആയിട്ടാണ്. 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 5 സെന്റിമീറ്റർ അല്ല എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഫിഗർ ഈ ഒരു ഷേപ്പിലൊക്കെ വന്നേക്കുന്നത്. നിങ്ങൾ എടുക്കുന്നത് അളന്നാണ്, കറക്റ്റ് അളവെടുത്താണ് നിങ്ങൾ വരയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഫിഗർ കിട്ടും. ഓക്കെ, ഇങ്ങനെയല്ല വരുന്നത്, ഇങ്ങനെ വരണമെന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണോ അതായിരിക്കും ശരി. കാര്യം നിങ്ങൾ അളന്നാണ് വരയ്ക്കുന്നത്, ഞാൻ റഫ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോ ഈ ക്വസ്റ്റ്യൻ ക്വാർട്ടറിൽ തരികയാണെങ്കിൽ, ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ആംഗിള് ഈക്വൽ ആവണം, സൈഡിനെ സ്കെയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ സൈഡിനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഡയഗണലിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ആംഗിൾ ഡിഫറെന്റ് ആവാം, പക്ഷെ സൈഡിനെ സ്കെയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, സൈഡിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പിന്നെ ട്രയാംഗിളിന്റെ കേസ് ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, ഈക്വൽ ആംഗിൾ ആയിരിക്കണം, സൈഡിനെ സ്കെയിൽ ചെയ്യണം. ട്രയാംഗിളിൽ 3 അളവായിരിക്കും തന്നിരിക്കുക. ഈ 3 ലെങ്തിനെയും എന്ത് ചെയ്യുക, സ്കെയിൽ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പുതിയ മെഷേഴ്സ് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു സെക്ഷനിലുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് വരച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഒരു സെക്ഷനോടെ ബാലൻസ് ഉണ്ട്, തേർഡ് വേ. ഓക്കെ, അതിന്റെ അകത്ത് നമുക്കൊരു 3 ക്വസ്റ്റ്യനോടെ പഠിക്കാനുണ്ട്. അപ്പൊ ആ 3 ക്വസ്റ്റ്യനും ആ ഒരു മെത്തേഡോടെ പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇത്രയും വെച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.